40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരാൾ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് അറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യുന്നു. കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി ആരായിരുന്നു, എന്തിനാണ് കൊലപാതകം ചെയ്തത്, ആരാണ് കൊലപാതകി തുടങ്ങിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ വെളിവാകുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രേഖാചിത്രം എന്ന മലയാളം മിസ്റ്ററി ക്രൈം ത്രില്ലർ ചിത്രത്തിന്റെ കഥയാണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു കാട്ടുവഴിയിലൂടെ നടന്നു വരുന്ന 2 ആൺകുട്ടികളെയാണ് കാണിക്കുന്നത്. അതിൽ ഒരു പയ്യൻ മറ്റേ പയ്യനോട് എൻ്റെ അച്ഛൻ ഇന്നലെ സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നു. നീ എന്താ കണ്ടതെന്ന് മറ്റേ പയ്യൻ ചോദിക്കുമ്പോൾ 4 പേര് ചേർന്ന് ഒരു കുലിസിട്ട പെൺകുട്ടിയെ പായയിൽ പൊതിഞ്ഞുകൊണ്ടു പോകുന്നതായിരുന്നു ഞാൻ കണ്ടതെന്ന് ആ കുട്ടി പറയുന്നു. ശേഷം പ്രസന്റിൽ ഡ്യൂട്ടി ടൈമിൽ ചീട്ട് കളിച്ചതിന് സസ്പെൻഷനിലായ നമ്മുടെ നായകൻ CI ആയ വിവേകിനെയാണ് കാണിക്കുന്നത്. കിട്ടിയ സമയം അച്ഛനോടൊപ്പം വീട്ടിലെ ജോലികൾ ചെയ്തൊക്കെ അയാൾ അങ്ങനെ എൻജോയ് ചെയ്യുന്നു. വിവേകിൻ്റെ ഗേൾഫ്രണ്ടാണ് സെറീന. ആളൊരു ജേർണലിസ്റ്റാണ്. ഇതേ സമയം രാജേന്ദ്രൻ എന്നൊരാളെയാണ് പിന്നീട് കാണിക്കുന്നത്. വെള്ളമടിച്ച് എല്ലാ ആന്തരിക അവയവങ്ങളും പണിമുടക്കായതുകൊണ്ട് തന്നെ ഡോക്ടർ അദ്ദേഹത്തിന് വാണിംഗ് നൽകുന്നു. ഇനിയും വെള്ളമടിച്ചാൽ ആള് തട്ടിപ്പോകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാൽ അതൊന്നും രാജേന്ദ്രന് ഒരു കാര്യമായിരുന്നില്ല. വിവേക് തന്റെ സസ്പെൻഷൻ മാറ്റിയെടുക്കാൻ നിരന്തരം ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. അങ്ങനെ വിവേകിനെ സെൻസിറ്റീവായ കേസുകളൊന്നും നിലവിലില്ലാത്ത മലക്കപ്പാറയിലേക്ക് ഡ്യൂട്ടിക്കായി ഓഫീസർമാർ വിടുന്നു. അവിടെ പോയി കുറേ നാൾ കഷ്ടപ്പെടുമ്പോൾ നന്നാകുമെന്ന് കരുതിയാണ് പോലീസ് സൂപ്രണ്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വിവേക് നേരെ മലക്കപ്പാറയ്ക്ക് യാത്ര തിരിക്കും. രാജേന്ദ്രനും തന്റെ ഡ്രൈവറോടൊപ്പം മലക്കപ്പാറയ്ക്ക് പോകുന്നു. ഏകദേശം ഒരേ സമയം തന്നെയാണ് രണ്ടാളും മലക്കപ്പാറയിൽ എത്തുന്നത്. വിവേക് സ്റ്റേഷനിലേക്ക് പോയി ജോയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ രാജേന്ദ്രൻ കാടിന് നടുവിൽ കാർ നിർത്തിച്ച് ഡ്രൈവറോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം കാടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. നന്നായി മദ്യപിച്ചിരുന്ന അയാൾ ഇടയ്ക്ക് ചുമയ്ക്കുമ്പോൾ വായിൽ നിന്നും രക്തം വരാനും തുടങ്ങിയിരുന്നു. ഒരു വലിയ മരത്തിന് ചുവട്ടിലിരുന്ന ശേഷം അയാൾ ഫേസ്ബുക്ക് ലൈവ് ഓൺ ചെയ്യുന്നു. ശേഷം രാജേന്ദ്രൻ അയാളുടെ ചെറുപ്പകാലത്തെ ഒരു കഥയാണ് പറയുന്നത്. തൻ്റെ ജീവിതം കാശിൻ്റെ പുറകെ പോയി നശിച്ചുവെന്നും ഒരുപാട് കാശുണ്ടാക്കിയിട്ടും കുടുംബവും ശരീരവും എല്ലാം എനിക്ക് നഷ്ടമായി. അതിന് ഒരു കാരണവുമുണ്ട്. ചോര പുരണ്ട കാശ് നേടിക്കൊണ്ടാണ് എൻ്റെ തുടക്കം. ശേഷം ആ കഥയാണ് കാണിക്കുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കുറച്ചു പേർ പായയിൽ പൊതിഞ്ഞുകൊണ്ടുപോയില്ലേ, ആ ചുമന്നുകൊണ്ടുപോയതിൽ ഒരാൾ ഈ രാജേന്ദ്രൻ ആയിരുന്നു. 1985 ഞാനും ആലീസ് ജ്വല്ലറി ഉടമയായ വിൻസെന്റ് പിന്നെ ഫ്രാൻസിസ് തടത്തിലും കൂടെ ഏതാണെന്നോ എന്താണെന്നോ അറിയാതെ ഒരു പെൺകുട്ടിയെ ഈ വലിയ മരത്തിന് ചുവട്ടിൽ കുഴിച്ചിട്ടു. 18 വയസ്സ് മാത്രം പ്രായം വരുന്ന അവളെ കുഴിച്ചിട്ടപ്പോൾ അവൾക്ക് ജീവനുണ്ടായിരുന്നെന്നും താനിരിക്കുന്ന മണ്ണിനടിയിൽ അവൾ ഇപ്പോഴുമുണ്ടെന്നും ഇതൊക്കെ എന്തെങ്കിലും പുറത്തു വരുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഒന്നും പുറത്തു വന്നില്ല. ഇനി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്ത ദിവസം തന്നെ വിവേകിന് നല്ലൊരു പണി കിട്ടും. സംഭവ സ്ഥലത്തെത്തുന്ന വിവേകും കൂട്ടരും ഇൻക്വസ്റ്റ് തയ്യാറാക്കി തെളിവുകൾ ശേഖരിക്കുന്നു. അങ്ങനെ കേസന്വേഷണം ആരംഭിക്കും. രാജേന്ദ്രൻ പറഞ്ഞ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും സ്കെൽറ്റനോ മറ്റോ കിട്ടിയാൽ രാജേന്ദ്രൻ പറഞ്ഞത് സത്യമാകുമല്ലോ. ഇതൊന്നും പോരാഞ്ഞ കേരളത്തിലെ പ്രശസ്ത ജ്വല്ലറി ഉടമയായ വിൻസെന്റിന്റെ പേരും കൂടിയാണല്ലോ രാജേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ ഏതായാലും രാജേന്ദ്രന്റെ വീഡിയോയും ഈ കേസും വളരെ സെൻസേഷണലായി മാറുന്നു. വിൻസെന്റിന്റെ ചെവിയിലും വാർത്തയെത്തും. അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസ് ഒരു കിടപ്പുരോഗിയായിരുന്നു. കിടപ്പുരോഗിയായ തന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം വിൻസെന്റ് തന്നെയായിരുന്നു. രാജേന്ദ്രന്റെ വീഡിയോ വിൻസെന്റിന്റെ മകൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ വിൻസെന്റ് അതത്ര കാര്യമാക്കാതെയാണ് സംസാരിക്കുന്നത്. അയാളുടെ വക്കീൽ ഇതേപ്പറ്റി പറയുമ്പോഴും പോലീസിന്റെ പണി ചെയ്യട്ടെ എന്ന് വിൻസെന്റ് വളരെ കൂളായി പറയുന്നു. രാജേന്ദ്രൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്ഥലത്ത് മണ്ണെടുക്കാൻ തുടങ്ങുന്നു. മണ്ണെടുത്തു നോക്കുമെങ്കിലും അവിടെ നിന്നും പ്രത്യേകിച്ചും ഒന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് മഴ പെയ്യുന്നു. അതോടെ കുഴിയുടെ ഒരു പ്രത്യേക അരിവിൽ നിന്ന് മണ്ണിടിഞ്ഞു വീഴാൻ തുടങ്ങും. അതിൽ നിന്ന് ദ്രവിച്ചു പിഞ്ചിയ നിലയിൽ ഒരു തുണിക്കഷ്ണം വിവേക് കണ്ടെത്തുന്നു. ശേഷമുള്ള പരിശോധനയിൽ കുഴിയിൽ നിന്ന് ഒരു തലയോട്ടിയും കുറച്ച് എല്ലിന്റെ ഭാഗങ്ങളും ഒരു കൊലുസും വിവേകിന് ലഭിക്കും. അതോടെ രാജേന്ദ്രന്റെ വാക്കുകൾ സത്യമായിരുന്നെന്ന് പോലീസിന് മനസ്സിലാകും. ശേഷമുള്ള പരിശോധനയിൽ അതൊരു ഫീമെയിൽ സ്കെൽറ്റൻ ആണെന്നും പ്രായവും മറ്റ് ഡീറ്റെയിൽസും അറിയാൻ ടൈം എടുക്കുമെന്നുമൊക്കെ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറയുന്നു. മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു കേസിന്റെ ഇൻചാർജ്. ഈ ടീമിലേക്ക് വിവേകിനെയും എടുക്കുന്നു. നമ്മുടെ കയ്യിൽ ആരാണെന്നറിയാൻ വയ്യാത്ത ഒരു സ്കെൽറ്റൻ മാത്രമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 3 ദിവസം എടുക്കും. അതിനു മുൻപ് രാജേന്ദ്രനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ വിവേകിനെ മോഹൻദാസ് ഏൽപ്പിക്കുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഒരാളായിരുന്നു രാജേന്ദ്രൻ. ഒരു മകൻ മാത്രമുള്ള രാജേന്ദ്രന് ഭാര്യയുമായും കുടുംബവുമായും യാതൊരു അടുപ്പവുമില്ലായിരുന്നു. ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോലും മകനോ ഭാര്യയോ രാജേന്ദ്രനെ കാണാൻ വന്നിരുന്നില്ലെന്ന് ഡോക്ടർ വിവേകിനോട് പറയുന്നു.
ശേഷം വിവേക് രാജേന്ദ്രന്റെ ഭാര്യയെ വന്ന് കാണുന്നു. അവരുടെ അച്ഛൻ രാജേന്ദ്രന്റെ സ്വത്ത് മോഹിച്ച് അങ്ങോട്ട് ചെന്ന് ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു അവരുടേത്. എന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ അവരെ ഡിവോഴ്സ് ചെയ്യുകയായിരുന്നു. 1985 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ അയാൾ എന്നോട് പറഞ്ഞിട്ടില്ലെന്നും ഭാര്യ വിവേകിനോട് പറയുന്നു. ശേഷം വിവേക് ഫ്രാൻസിസ് തടത്തിൽ എന്ന് പേരുള്ളവരുടെ ലിസ്റ്റ് തപ്പിപ്പോകും. എന്നാൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന ആരെയും വിവേകിന് കണ്ടെത്താനാകുന്നില്ല. 1985 കാലഘട്ടത്തിൽ മിസ്സിംഗ് ആയ പെൺകുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് സെറീന വിവേകിന് നൽകുന്നു. ശേഷം വിവേക് ആ ലിസ്റ്റ് പ്രകാരമുള്ള പെൺകുട്ടികളുടെ വീടുകളിലെല്ലാം കൊലുസ് കൊണ്ടുപോവുകയും വീട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കൊലുസ് ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ആ ലിസ്റ്റ് പരിശോധിക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ പെൺകുട്ടികൾ കാണാതായ കേസിൽ പെൺകുട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസ് പെടുമോ എന്ന് ചോദിക്കുമ്പോൾ വിവേക് ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അന്വേഷണത്തിനിടയിൽ മിനി എന്നൊരു പെൺകുട്ടിയുടെ അച്ഛൻ കൊലുസ് ഐഡന്റിഫൈ ചെയ്യും. ശേഷം വിൻസെന്റിന്റെ ഒരു അകന്ന ബന്ധുവിനെ മോഹൻദാസ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവരെ പോയി കാണാൻ വിവേകിനോട് പറയുന്നു. വിൻസെന്റിന്റെ അച്ഛന്റെ ചേട്ടന്റെ മകളായിരുന്നു ആ സ്ത്രീ. 1984-85 കാലഘട്ടത്തിലാണ് വിൻസെന്റ് ബോംബെക്ക് പോകുന്നത്. അതിന് 12 കൊല്ലം മുമ്പ് സ്വന്തം നാട് വിട്ടുപോയതായിരുന്നു വിൻസെന്റിന്റെ അപ്പൻ. ശേഷം അമ്മയും മകനും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു വിൻസെന്റ്. അൾത്താര ബാലനായിരുന്ന വിൻസെന്റ് ഒരിക്കൽ പള്ളിയിൽ വന്ന ബിഷപ്പിന്റെ കൂട മോഷ്ടിക്കുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ കൂടെയില്ലെന്നാണ് അവൻ മറുപടി പറയുന്നത്. അങ്ങനെ വിൻസെന്റിന്റെ അവസ്ഥ മനസ്സിലാക്കി പഠിക്കാൻ മിടുക്കനായിരുന്ന വിൻസെന്റിന്റെ പഠനം ബിഷപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. പഠനശേഷം ബോംബെക്ക് പോവുകയും അവിടെ വെച്ച് ആലീസിനെ പരിചയപ്പെട്ട് വിവാഹം കഴിച്ച ശേഷം ജ്വല്ലറി കച്ചവടം ആരംഭിക്കുകയുമായിരുന്നുവെന്ന് അവര് വിവേകിനോട് പറയുന്നു. 85 കാലഘട്ടത്തിൽ അവനെന്തോ പിടിവള്ളി കിട്ടിയിരുന്നു. അതിൽ പിടിച്ചാണ് അവൻ കയറിയത്. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ലെന്നും അവർ പറയും. ശേഷം വിവേകും മോഹൻദാസും വിൻസെന്റിനെ ചോദ്യം ചെയ്യുന്നു. കൂടെ വിൻസെന്റിന്റെ വക്കീലും ആ സമയത്തുണ്ട്. 1984 കാലഘട്ടത്തിൽ വിൻസെന്റ് താമസിച്ച വീടിന്റെ 6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നിന്നാണ് സ്കെൽട്ടൻ ലഭിച്ചത്. അതിനെപ്പറ്റി എന്തു പറയുന്നെന്ന് ചോദിച്ചപ്പോൾ പിതാവായിരുന്നു എന്റെ പഠനം ഏറ്റെടുത്തത്. അദ്ദേഹം മലക്കപ്പാറയിൽ നിന്ന് പോയ ശേഷവും അദ്ദേഹത്തോടൊപ്പം തന്നെയായിരുന്നു താനെന്ന് വിൻസെന്റ് പറയുന്നു. രാജേന്ദ്രൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വിൻസെന്റിന്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് കോൾ വന്നിരുന്നു. 15 സെക്കൻഡ് ദൈർഘ്യമുള്ള കോൾ എന്തിനായിരുന്നുവെന്ന് വിവേക് ചോദിക്കും. വിൻസെന്റിനെ അതിന് മറുപടി പറയാൻ അനുവദിക്കാതെ വക്കീലാണ് അതിന് മറുപടി പറയുന്നത്. ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന കോൾ ആദ്യം അവിടുത്തെ സ്റ്റാഫ് ഫിൽറ്റർ ചെയ്ത ശേഷം എൻ്റെ അടുത്തേക്ക് വരുന്നു. പർപ്പസ് അറിഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ കോൾ വിൻസെന്റിനെ കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ വക്കീല് പറയും. എന്നാൽ ഇത് വിവേകിന് ഇഷ്ടപ്പെടുന്നില്ല. പ്രതിയോട് ചോദ്യം ചെയ്യുമ്പോൾ കൂടെ വക്കീലിരിക്കേണ്ട ആവശ്യമില്ലെന്ന് വിവേക് ദേഷ്യത്തിൽ പറയുകയും ചെയ്യും. ആരാണെന്ന് പോലും സ്ഥിരീകരിക്കാത്ത ഒരു സ്കെൽറ്റന്റെ പേരിലുള്ള അന്വേഷണത്തിനാണ് നിങ്ങൾ വിളിച്ചത്. ഒരാവശ്യമില്ലാതിരുന്നിട്ടും ഞാൻ വരികയും ചെയ്തു. അത് തന്നെ വലിയ കാര്യമെന്ന് വിൻസെന്റ് പറയുമ്പോൾ കുടിച്ചിട്ട് ഏതോ ഒരുത്തൻ ഒരു ലൈവ് വന്ന് എന്തോ പറഞ്ഞതിന്റെ പേരിലാണ് സാർ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വക്കീല് പറയുന്നു. ഏതായാലും സ്കെൽറ്റൻ കിട്ടിയപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞതിന്റെ പകുതി സത്യമായില്ലേ, ഇനി ബാക്കി കൂടി നമുക്ക് നോക്കാമെന്ന് വിവേകും പറയും. ആരുടെ സ്കെൽറ്റൻ ആണെന്ന് ഇതുവരെ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ വിൻസെന്റിന് ആ കേസിനെ പറ്റി യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. വിൻസെന്റ് കോൺഫിഡന്റും ആയിരുന്നു. മിനി എന്ന ഒരു പെൺകുട്ടിയുടെ കൊലുസ് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞിരുന്നില്ലേ? എന്നാൽ അതിന്റെ DNA റിസൾട്ട് വരുമ്പോൾ അത് മാച്ചിങ് അല്ലായിരുന്നു. അതോടെ കേസ് പിന്നെയും വഴിമുട്ടിയ അവസ്ഥയിലാകും. DNA നെഗറ്റീവായ വിവരം വിളിച്ചു പറയാനായി പോലീസ് വിളിക്കുമ്പോൾ മിനിയുടെ അച്ഛൻ മരിച്ചു എന്ന വാർത്തയാണ് അറിയുന്നത്. അങ്ങനെ കിട്ടിയ രേഖകൾ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിവേക് ഇരിക്കുമ്പോഴാണ് തട്ടിപ്പ് നടത്തി മിസ്സിംഗ് ആയ പെൺകുട്ടിയെക്കുറിച്ച് അവർ അന്വേഷിക്കാതെ പോയത് വിവേകിന് ഓർമ്മ വരുന്നത്. ആ കേസിന്റെ മെമ്മയുടെ അടിസ്ഥാനത്തിൽ വിവേക് നേരെ ചാലക്കുടി സ്റ്റേഷനിലേക്ക് വരുന്നു. ചന്ദ്രപ്പൻ എന്നൊരാൾ കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള മെമ്മോ ആയിരുന്നു അത്. ഒരു പെൺകുട്ടി മിസ്സായതിനെ തുടർന്ന് അതേ പെൺകുട്ടിയെ തട്ടിപ്പ്, വിശ്വാസവഞ്ചന തുടങ്ങിയവയുടെ പേരിൽ നൽകിയ പരാതിയായിരുന്നു അത്. അങ്ങനെ പരാതിയിൽ നിന്ന് ലഭിച്ച ചന്ദ്രപ്പന്റെ അഡ്രസ് തപ്പി വിവേക് പൂച്ചാക്കൽ എന്ന സ്ഥലത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നു. എന്നാൽ ആ അഡ്രസ്സിൽ ആളില്ല. അവസാനമായി ആ അഡ്രസ്സിലേക്ക് സിനിമാക്കാരുടെ സംഘടനയായ ഫെഫ്കയിൽ നിന്ന് ഒരു ലെറ്റർ വന്നിരുന്നു. ആളില്ലാഞ്ഞതുകൊണ്ട് അത് തിരികെ അയച്ചെന്നും പോസ്റ്റ്മാൻ വിവേകിനോട് പറയുന്നു. അങ്ങനെ വിവേക് നേരെ ഫെഫ്കയുടെ ഓഫീസിലെത്തും. ചന്ദ്രപ്പൻ പണ്ട് സിനിമാ ഫീൽഡിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു. എന്നാൽ എന്തോ തർക്കത്തിലും മറ്റും പെട്ടതിനെ തുടർന്ന് അയാളെ ഫെഫ്കയിൽ നിന്നും പുറത്താക്കിയതായി അറിയിച്ച് അയച്ച ഒരു രജിസ്റ്റേർഡ് കത്തായിരുന്നു അന്ന് തിരികെ വന്നത്. നിലവിലുള്ള ചന്ദ്രപ്പന്റെ അഡ്രസ്സും ഓഫീസിൽ നിന്ന് വിവേകിന് ലഭിക്കും. ചന്ദ്രപ്പനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ ഒരു കുപ്പിയും വാങ്ങിക്കൊണ്ട് പോയാൽ മതിയെന്നും ഓഫീസിൽ നിന്ന് പറയുന്നു. അങ്ങനെ ഒരു കുപ്പിയും വാങ്ങി വിവേക് ചന്ദ്രപ്പനെ കാണാനെത്തും. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ നൽകുന്ന ഒരാളായിരുന്നു ചന്ദ്രപ്പൻ.
പണ്ട് ചാലക്കുടി സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിക്കെതിരെ കൊടുത്ത പരാതി ഓർമ്മയുണ്ടോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ ചന്ദ്രപ്പൻ ആ കഥ പറഞ്ഞ് തുടങ്ങുന്നു. ഒരിക്കൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിപ്പിക്കാമോ എന്ന് ചോദിച്ച ഒരു പെൺകുട്ടി ചന്ദ്രപ്പനെ സമീപിക്കുകയുണ്ടായി. മമ്മൂട്ടിയുടെ കാതോട് കാതോരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അതിരപ്പള്ളിക്കടുത്ത് മലക്കപ്പാറയിൽ നടക്കുന്ന സമയമായിരുന്നു. ആ സിനിമയിൽ ഒരു പാട്ട് സീനിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ കുറച്ച് പെൺകുട്ടികളെ വേണമെന്ന് ഭരതൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 30 പെൺകുട്ടികളെയും കൊണ്ടാണ് ചന്ദ്രപ്പൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയത്. കൂട്ടത്തിൽ രേഖ എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവളാണ് മമ്മൂട്ടിയുടെ നായികയാക്കാമോ എന്ന് ചന്ദ്രപ്പനോട് വന്ന് ചോദിക്കുന്നത്. അങ്ങനെ പകുതി പാട്ട് ഷൂട്ട് ചെയ്തപ്പോൾ അവൾ മുങ്ങി. പിറ്റേന്ന് അത് കാരണം ഷൂട്ടിങ്ങും മുടങ്ങുന്നു. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങിയത് അന്ന് വലിയ പ്രശ്നമായി. തുടർന്ന് ഭരതൻ ചന്ദ്രപ്പനെ ഒരുപാട് വഴക്ക് പറയുന്നു. മദ്രാസിൽ നിന്ന് ഫിനാൻസ് മാനേജറും മറ്റും വിളിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് മുങ്ങിയതിന് ഒരു ബലം കിട്ടാൻ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടേക്കാനും ചന്ദ്രപ്പനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രപ്പൻ അന്ന് കേസ് നൽകിയത്. ഏതെങ്കിലും സിനിമാ സെറ്റിൽ വെച്ച് എന്നെങ്കിലും അവളെ കണ്ടാൽ 2 പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ചന്ദ്രപ്പൻ. എന്നാൽ പിന്നെ ഒരിക്കലും അവളെ കണ്ടില്ല. രേഖയുടെ മുഖം ഓർത്തെടുക്കാൻ ചേട്ടന് കഴിയുമോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ എന്താ, കഴിഞ്ഞ ആഴ്ച കൂടി കണ്ട മുഖമല്ലേ എന്ന് ചന്ദ്രപ്പൻ പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രേഖ അഭിനയിച്ച ആ പാട്ട് സീൻ ഇപ്പോഴും അതേ പാട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ട് സീനിൽ നിന്ന് രേഖയുടെ മുഖം വിവേക് മനസ്സിലാക്കുന്നു. ശേഷം അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുമ്പോൾ തനിക്ക് ഡയലോഗ് ഉണ്ടോ എന്നൊക്കെ അവൾ ചന്ദ്രപ്പനോട് വന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ പറ്റില്ല, ആദ്യം നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുക, സിനിമയിൽ നിന്ന് നിനക്ക് കിട്ടാനുള്ളത് എന്തായാലും നിന്നിൽ വന്ന് ചേരുമെന്നൊക്കെ ചന്ദ്രപ്പൻ പറയുമ്പോൾ അവൾക്കും സന്തോഷമാകും. കന്യാസ്ത്രീയുടെ വേഷമാണ് രേഖ ചെയ്യേണ്ടിയിരുന്നത്. സിനിമാ ലൊക്കേഷനിൽ കാണുന്ന കാഴ്ചകളൊക്കെ രേഖയ്ക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അതൊക്കെ രേഖ നന്നായി ആസ്വദിക്കുന്നുമുണ്ട്. സീൻ അവിടെ കട്ടായി വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ ഈ വിവരങ്ങളെല്ലാം മോഹൻദാസിനോട് വന്ന് വിവേക് പറയും. ശിരോവസ്ത്രം മാറ്റി രേഖയുടെ ചിത്രം നമുക്ക് പുറത്തു വിട്ടാലോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ദിവസമാണല്ലോ രേഖ മിസ്സായത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിത്രം നമ്മളിപ്പോൾ പുറത്തുവിട്ടാൽ അത് സെൻസേഷണലാകും. അതുകൊണ്ട് രേഖാചിത്രം തയ്യാറാക്കി വെച്ചോളൂ. എന്നാൽ ആ സ്കെൽറ്റൻ രേഖയുടേതാണെന്ന് ഉറപ്പായാൽ മാത്രം നമുക്ക് ചിത്രം പുറത്തുവിട്ടാൽ മതിയെന്നും മോഹൻദാസ് പറയും. ശേഷമുള്ള അന്വേഷണത്തിൽ രാജേന്ദ്രൻ മരിക്കുന്നതിൻ്റെ തലേന്ന് അയാൾക്ക് ഒരു കോൾ വന്നിരുന്നതായും ആ നമ്പർ രാജേന്ദ്രനെ വിളിക്കാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും പോലീസിന് മനസ്സിലാകുന്നു. 1 വർഷത്തോളമായി ആ നമ്പർ ഉടമ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആ സിമ്മിൻ്റെ ഉടമയാരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം അങ്ങനെ വിവേക് ആരംഭിക്കും. ശേഷം രേഖയോടൊപ്പം അന്ന് അഭിനയിച്ച മറ്റൊരു സ്ത്രീയെ വന്ന് വിവേക് കാണുന്നു. ഷൂട്ടിങ്ങിന് ശേഷം അന്ന് റൂമിലേക്ക് പോയ ബസ്സിൽ രേഖയില്ലായിരുന്നുവെന്ന് ആ സ്ത്രീ ഉറപ്പിച്ചു പറയുന്നു. സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച രേഖയുടെ ചിത്രം ഈ സമയം വിൻസെന്റിന്റെ വക്കീൽ വിൻസെന്റിനെ കൊണ്ടുവന്ന് കാണിക്കും. അതുവരെ വളരെ കോൺഫിഡന്റ് ആയിരുന്ന വിൻസെന്റ് രേഖയുടെ ചിത്രം കാണുന്നതോടെ ടെൻഷനാകാൻ തുടങ്ങുന്നു. ഈ സമയം രാജേന്ദ്രനെ വിളിച്ചത് ആരാണെന്ന് വിവേകും കൂട്ടരും കണ്ടെത്തിയിരുന്നു. ആലപ്പുഴക്കാരൻ സജീവനായിരുന്നു അത്. രാജേന്ദ്രനെ വിളിക്കാൻ വേണ്ടി മാത്രം മൊബൈൽ കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ CCTV ഫുട്ടേജും വിവേകിന് ലഭിക്കുന്നു. ശേഷം നേരെ വിവേക് പോകുന്നത് സെമിനാർട്സിന്റെ ഓഫീസിലേക്കാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമലിനെയോ ജോൺ പോൾ സാറിനെയോ കണ്ടാലേ കാര്യമുള്ളൂ. ജോൺ പോൾ സാർ ആണെങ്കിൽ മരിച്ചിരുന്നു. പിന്നെ അന്നത്തെ സ്റ്റിൽസ് വല്ലതുമുണ്ടെങ്കിൽ സംഘടിപ്പിച്ചു തരാമെന്നൊക്കെ ഓഫീസിൽ നിന്ന് വിവേകിനോട് പറയുന്നു. ജോൺ പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ വളരെ രസകരമായി പറഞ്ഞ വീഡിയോ യൂട്യൂബിലിടുന്ന ആളായിരുന്നു. കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനിലെ കാര്യങ്ങൾ പറഞ്ഞിടുന്ന വീഡിയോ ഫുൾ വിവേകും ഫോറൻസിക് ഓഫീസറും കുത്തിയിരുന്ന് കാണുന്നു. അങ്ങനെ വീഡിയോ കാണുന്നതിനിടയിൽ കൊലുസിട്ട ഒരു കന്യാസ്ത്രീ പെണ്ണ് തൻ്റെ അടുത്ത് വന്ന് ജോൺ പോൾ സാർ അല്ലേ എന്നും സാറെന്തിനാണ് ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടത്തലയനാക്കിയത്, അത് മോശമായി പോയി എന്ന് പറഞ്ഞതായും ജോൺ പോൾ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ശേഷം വിവേക് നേരെ വന്ന് ഡയറക്ടർ കമലിനെ കാണും. രേഖയുടെ ചിത്രം കാണിക്കുന്നതോടെ ആളെ കമലിന് ഓർമ്മ വരും. അന്ന് ഷൂട്ട് മുടങ്ങിയതും ഭരതന്റെ വഴക്ക് കേട്ടതുമൊക്കെ കമൽ ഓർത്തെടുക്കും. കൊലുസിട്ട കന്യാസ്ത്രീയെക്കുറിച്ച് ജോൺ പോൾ പറഞ്ഞ കാര്യം പറയുമ്പോൾ അവളെക്കുറിച്ച് ജോൺ പോൾ എന്നോടും പറഞ്ഞിരുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന സിനിമയിൽ ഇവളെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. നല്ല ഫീച്ചേഴ്സ് ഉള്ള കുട്ടിയായിരുന്നു. സിനിമയിൽ നല്ല ഭാവി ഉണ്ടാകേണ്ട ആളായിരുന്നു രേഖ എന്നൊക്കെ കമൽ വിവേകിനോട് പറയുന്നു. എന്നാൽ അതിൽ കൂടുതലൊന്നും കാര്യങ്ങൾ അയാൾക്ക് അറിയുമായിരുന്നില്ല. പോലീസിന്റെ അന്വേഷണം രേഖയുടെ ചിത്രം വരയ്ക്കലിൽ വരെ എത്തിയതോടെ ടെൻഷനാകുന്ന വിൻസെന്റിന്റെ വക്കീൽ അന്വേഷണത്തിന് ഒരു തടയിടാൻ വേണ്ടി ഒരു രാഷ്ട്രീയക്കാരനെ വന്ന് കാണുകയും അവരുടെ അഴിമതികളുടെയും കള്ളത്തരങ്ങളുടെയും തെളിവുകൾ കാണിച്ച് പോലീസിന്റെ അന്വേഷണം മുന്നോട്ടു പോകാതെ തടഞ്ഞില്ലെങ്കിൽ ഈ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് വിൻസെന്റിന്റെ കുറച്ചു പേർ ചന്ദ്രപ്പനെ പറഞ്ഞ് വശത്താക്കി ഒരു ബാറിലെത്തിച്ച ശേഷം മൂക്കുമുട്ടെ കുടിപ്പിച്ചിട്ട് ഒരു ബാത്ത് ടബിൽ ഓടയിലെ വെള്ളം നിറച്ച് ചന്ദ്രപ്പനെ
ചന്ദ്രപ്പനെ അതിൽ മുക്കിക്കൊല്ലുന്നു. പിറ്റേന്ന് ഓടയിൽ നിന്ന് കണ്ടെടുക്കുന്ന ചന്ദ്രപ്പന്റെ ബോഡി പരിശോധിക്കുന്നതിൽ നിന്നും മൂക്കറ്റം വെള്ളമടിച്ച് ഓടയിൽ വീണ് മരിച്ചതാണെന്ന് മോഹൻദാസ് വിവേകിനോട് പറയുന്നു. തന്നെയുമല്ല, അന്നത്തോടെ രേഖ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായും നമുക്കിനി ആ കേസ് അന്വേഷിക്കേണ്ട, നിനക്കിനി ട്രാഫിക്കിലാണ് ഡ്യൂട്ടി എന്നും മോഹൻദാസ് വിവേകിനോട് പറയും. ഇതെല്ലാം ശരിക്കും വക്കീൽ രാഷ്ട്രീയക്കാരനെ വന്ന് കണ്ടതിന്റെ ഫലമായിരുന്നു. എന്നാൽ വളരെ ആത്മാർത്ഥതയോടെ കേസ് അന്വേഷിച്ചിട്ടും രേഖ ആരാണെന്ന് കണ്ടെത്താൻ പോലും തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നത് വിവേകിനെ നന്നായി അലട്ടുന്നു. അവനത് ഫോറൻസിക് ഓഫീസറോട് വന്ന് ഷെയർ ചെയ്യുന്നുമുണ്ട്. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പുതിയതായി കേസ് അന്വേഷണത്തിന് നിയോഗിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നുണ്ട്. ആകെ തെളിവായി അവിടെയുണ്ടായിരുന്ന സ്കെൽറ്റൻ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത്. വിവേകിനെ അവിടെ കാണുന്നതോടെ അതിലൊരു ഉദ്യോഗസ്ഥൻ വിവേകിനെ നന്നായി ഇറിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിലൊക്കെ സംസാരിക്കും. എന്നാൽ ബാത്റൂമിൽ അയാളെ ഒറ്റയ്ക്ക് കിട്ടുന്നതോടെ വിവേകും തിരിച്ച് അയാൾക്കിട്ട് നല്ലത് കൊടുക്കുന്നു. ശേഷം കിട്ടിയ സ്കെൽറ്റൻ എടുത്ത് അവരവിടെ നിന്നും പോകും. ആകെ നിരാശനായി നിൽക്കുന്ന വിവേകിനോട് ഇതുവരെ കണ്ടെത്തിയ തെളിവുകളല്ലേ അവർക്ക് കൊണ്ടുപോകാൻ കഴിയൂ, ഇനി കണ്ടെത്താനുള്ളത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നീ അന്വേഷണവുമായി മുന്നോട്ട് തന്നെ പോകണമെന്ന് ഫോറൻസിക് ഓഫീസർ വിവേകിനോട് പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കമൽ വിവേകിനെ വിളിക്കും. ഒരു യൂട്യൂബറായ പള്ളാശ്ശേരി എന്നൊരാൾ തൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു. പണ്ട് കാതോട് കാതോരത്തിന്റെ ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാനും മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ ഇയാൾ വന്നിരുന്നു. അയാളെ പോയി കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നും കമൽ വിവേകിനോട് പറയും. വിവേക് നേരെ അങ്ങനെ പള്ളാശ്ശേരിയെ കാണാനായി വരുന്നു. അങ്ങനെ അന്നത്തെ കാര്യം പള്ളാശ്ശേരി പറയും. അന്ന് ലൊക്കേഷനിൽ വെച്ച മമ്മൂട്ടിയോട് പള്ളാശ്ശേരി ചോദിച്ച ചോദ്യം ഇഷ്ടപ്പെടാതെ എണീറ്റ് ധിക്കാരത്തിൽ നടന്നു നീങ്ങുന്ന മമ്മൂട്ടിയുടെ ചിത്രം പള്ളാശ്ശേരിയുടെ കൂടെയുള്ള ഫോട്ടോഗ്രാഫർ എടുത്തിരുന്നു. അന്ന് മമ്മൂട്ടിക്ക് ഒരു പണി കൊടുക്കാൻ ആ ചിത്രം വെച്ച് നാനയിൽ ഒരു റിപ്പോർട്ടും പള്ളാശ്ശേരി കൊടുത്തിരുന്നു. അതേ ഫോട്ടോയിൽ അബദ്ധത്തിൽ രേഖയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതല്ലേ സാർ അന്വേഷിക്കുന്ന പെൺകുട്ടിയെന്ന് ചോദിച്ച് നാനയുടെ ആ പതിപ്പ് പള്ളാശ്ശേരി വിവേകിന് കൊടുക്കുന്നു. എന്നാൽ രേഖയോടൊപ്പം ആ ചിത്രത്തിൽ മറ്റൊരു കന്യാസ്ത്രീ കൂടി ഉണ്ടായിരുന്നു. നേരത്തെ ചോദ്യം ചെയ്ത രേഖയോടൊപ്പം അഭിനയിച്ച സ്ത്രീയെ വിളിച്ച് ഈ ചിത്രത്തിൽ രേഖയോടൊപ്പം നിൽക്കുന്ന കന്യാസ്ത്രീ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീ തങ്ങളോടൊപ്പം അവിടെ ഇല്ലായിരുന്നുവെന്ന് അവര് ഉറപ്പിച്ചു പറയും. അതോടെ വിവേക് ആ ചിത്രം നന്നായി പരിശോധിക്കുമ്പോഴാണ് രേഖയുടെ കന്യാസ്ത്രീ വേഷവും ആ സ്ത്രീ ഉപയോഗിച്ചിരുന്ന കന്യാസ്ത്രീ വേഷവും തമ്മിലുള്ള വ്യത്യാസം വിവേകിന് മനസ്സിലാകുന്നത്. തന്നെയുമല്ല, അങ്ങനെ ഒരു കന്യാസ്ത്രീ കാതോട് കാതോരം എന്ന സിനിമയിൽ എവിടെയും അഭിനയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് യഥാർത്ഥത്തിൽ ഒരു കന്യാസ്ത്രീയാണെന്ന് വിവേക് മനസ്സിലാക്കും. അങ്ങനെ അവരെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. സ്റ്റെഫി എന്നൊരു കന്യാസ്ത്രീയായിരുന്നു അത്. രേഖയെപ്പറ്റി സ്റ്റെഫിയോട് ചോദിക്കുമ്പോൾ അവൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നന്നായി അഭിനയിക്കുമെന്നാണ് അവർ പറയുന്നത്. ശേഷം സ്റ്റെഫി പറയുന്ന കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. കാതോട് കാതോരം സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന അതേ പള്ളിയുടെ കോൺവെന്റിലെ കന്യാസ്ത്രീയായിരുന്നു സ്റ്റെഫി. ഷൂട്ടിംഗ് നടക്കുന്ന അതേ ദിവസം കോൺവെന്റിലെ ഇൻചാർജായ മദറും മറ്റ് കന്യാസ്ത്രീമാരും ഏതോ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോകുന്നു. അന്നേ ദിവസത്തെ ഇൻചാർജ് ഡ്യൂട്ടി സ്റ്റെഫിയിലേക്ക് അങ്ങനെ വന്നു ചേരുന്നു. മമ്മൂട്ടിയെ കാണാൻ ലൊക്കേഷനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും മദർ അറിഞ്ഞാൽ വഴക്കു പറയുമെന്നുള്ളതിനാൽ ആ ആഗ്രഹം മനസ്സിൽ അടക്കി കഴിയുകയായിരുന്നു സ്റ്റെഫി. ഇതേ സമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു രേഖ. പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് മമ്മൂട്ടിയുടെ കാർ വരുന്നത് കണ്ട് എല്ലാവരും മമ്മൂട്ടിയെ കാണാനായി ഓടിപ്പോകും. കൂട്ടത്തിൽ ഓടിപ്പോകുന്ന രേഖയുടെ കന്യാസ്ത്രീ വസ്ത്രം അവിടെയുള്ള ഒരു കമ്പിയിൽ തട്ടി കീറിപ്പോകുന്നു. അതിനാൽ അവൾക്ക് മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോകാനും കഴിയുന്നില്ല. രേഖ വേഗം സ്റ്റിച്ചിങ് യൂണിറ്റിലെത്തിയിട്ട് തൻ്റെ ഡ്രസ്സ് ഒന്ന് വേഗം തയ്ച്ചു തരാൻ പറയുമെങ്കിലും തയ്ക്കാനുള്ള കുറേ തുണികൾ അവിടെ ഉണ്ടായിരുന്നതിന് എനിക്ക് അത് തന്നെ തയ്ക്കാൻ നേരം കിട്ടുന്നില്ല. കീറിയ ഭാഗം നീ പൊത്തിപ്പിടിച്ചങ്ങ് അഭിനയിച്ചാൽ മതിയെന്ന് തയ്യക്കാരൻ രേഖയോട് പറയുന്നു. ആകെ ധർമ്മസങ്കടത്തിലാകുന്ന രേഖ തൊട്ടപ്പുറത്ത് കോൺവെന്റിൽ സ്റ്റെഫി കന്യാസ്ത്രീ വസ്ത്രങ്ങൾ അലക്കി വിരിക്കുന്നത് കാണുന്നു. അങ്ങനെ സ്റ്റെഫിയോട് വന്ന് തനിക്കും ഇതുപോലെ ഒരു ഡ്രസ്സ് തരാമോ എന്ന് ചോദിക്കുന്നു. രേഖ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാകുമ്പോൾ ഡ്രസ് ഞാൻ തരാം, പക്ഷേ എനിക്ക് നീ തിരിച്ചും ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് സ്റ്റെഫി പറയും. അതായത് തനിക്കും മമ്മൂട്ടിയെ കാണണം, പരിചയപ്പെടണം, അതിന് രേഖ ഹെൽപ്പ് ചെയ്യണം. ഇതായിരുന്നു സ്റ്റെഫിയുടെ ആവശ്യം. ഡ്രസ്സ് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി രേഖ അതിന് സമ്മതിക്കുകയും ചെയ്യും. ഞാനെന്നാൽ ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാമെന്നും സ്റ്റെഫി പറയും. ഉച്ചയ്ക്ക് ശേഷം രേഖയും മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകളും പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് സ്റ്റെഫി ചെല്ലുന്നു. രേഖ പോലും നേരെ മമ്മൂട്ടിയൊന്നും കണ്ടിട്ടില്ല. പിന്നെങ്ങനെ സ്റ്റെഫിയെ പരിചയപ്പെടുത്തും എന്നാലോചിക്കുന്ന രേഖ വന്ന് മമ്മൂട്ടി ചേട്ടൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിക്കാൻ പോയിരിക്കുകയാണെന്ന് സ്റ്റെഫിയോട് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് ടൈലർ വരും. രേഖയിട്ടിരിക്കുന്ന കന്യാസ്ത്രീ വേഷത്തിന് വ്യത്യാസമുള്ളതുകൊണ്ട് ഇതേത് ഡ്രസ്സാണ്,
ഇത് ശരിയാവില്ല, ഞാൻ തയ്ച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോകും. കീറിയ ഡ്രസ്സ് അങ്ങനെ തയ്ച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുമിട്ട് വരുന്ന രേഖയെ ഒരു ടെക്നീഷ്യൻ വന്ന് വഴക്ക് പറയും. എല്ലാവരും സ്റ്റെഫിയുടെ മുമ്പിൽ വെച്ച് രേഖയെ വഴക്ക് പറയുന്നത് കൊണ്ട് തന്നെ താനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ്, തനിക്ക് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തി തരാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും മമ്മൂട്ടി ചേട്ടൻ്റെ നായികയാവണം, വലിയൊരു നടിയാവണം എന്നതൊക്കെയാണ് എൻ്റെ ആഗ്രഹമെന്നും രേഖ സ്റ്റെഫിയോട് പറയുന്നു. നീ എന്തിനാ മമ്മൂട്ടി ചേട്ടാ എന്ന് വിളിക്കുന്നതെന്നും സ്റ്റെഫി തിരിച്ചു ചോദിക്കും. ഞാൻ മമ്മൂട്ടിയുടെ ഒരു കടുത്ത ആരാധികയാണ്. എനിക്ക് അദ്ദേഹം എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. അദ്ദേഹം സ്ഥിരം വന്ന് താമസിക്കുന്ന വുഡ്ലാൻഡ് ഹോട്ടലിലേക്ക് ഞാൻ സ്ഥിരം കത്തുകൾ അയക്കാറുണ്ടെന്നും രേഖ സ്റ്റെഫിയോട് പറയുന്നു. നിന്റെ ആഗ്രഹം ഒരിക്കൽ സാധിക്കുമെന്നും സ്റ്റെഫി അവളോട് പറയും. രേഖയ്ക്ക് മമ്മൂട്ടിയോടുള്ള സ്നേഹം മനസ്സിലാകുന്ന സ്റ്റെഫി രേഖയെയും കൂട്ടി ആൾക്കാർക്കിടയിലൂടെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതേ സമയമായിരുന്നു പള്ളാശ്ശേരി മമ്മൂട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടുത്തിറങ്ങിയ പടങ്ങളെല്ലാം തോൽവിയായിരുന്നല്ലോ എന്ന് മമ്മൂട്ടിയെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാനായി പള്ളാശ്ശേരി ചോദിക്കും. ഇത് കേട്ട് കലി കയറുന്ന മമ്മൂട്ടി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് രേഖയും സ്റ്റെഫിയും നിൽക്കുന്നിടത്തൂടെയാണ് പോകുന്നത്. ഈ സമയത്താണ് പള്ളാശ്ശേരിയുടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നതും രേഖയും സ്റ്റെഫിയും ആ ഫോട്ടോയിൽ പതിയുന്നതും. അങ്ങനെ ആ സംഭവത്തിന് ശേഷം സ്റ്റെഫി തിരികെ മഠത്തിലേക്ക് പോകും. ശേഷം പ്രസന്റ് കാണിക്കുമ്പോൾ അവളുടെ വീട് എവിടെയാണെന്നോ വീട്ടുകാരെ കുറിച്ച് അവൾക്ക് പറയാൻ യാതൊരു താല്പര്യവും അവൾ കാണിച്ചിരുന്നില്ല എന്നൊക്കെ സ്റ്റെഫി വിവേകിനോട് പറയുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക്. വൈകിട്ട് വീണ്ടും സ്റ്റെഫി രേഖയെ കാണാനായി ലൊക്കേഷനിലേക്ക് എത്തും. അഭിനയിക്കാൻ നിൽക്കുന്നിടത്ത് നിന്ന് സ്റ്റെഫിയെ കാണുന്നതും രേഖ ഓടി വരികയും നാളെ പള്ളിക്കകത്ത് മമ്മൂട്ടിയോടൊപ്പം എനിക്കൊരു സീനുണ്ട്, ചിലപ്പോൾ അതിൽ ഡയലോഗും കാണുമെന്ന് വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടി സ്റ്റെഫിയോട് പറയുന്നു. അങ്ങനെ മമ്മൂട്ടി വരികയും പാട്ടിൻ്റെ ഷൂട്ട് ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്യുമെങ്കിലും ശക്തമായി മഴ പെയ്യുന്നതുകൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങുകയും ബാക്കി ഇൻഡോർ ഷൂട്ട് ചെയ്യാനായി എല്ലാവരും അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ രേഖയ്ക്ക് അന്നിനി ഷൂട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മഠത്തിലേക്ക് നമ്മൾക്ക് പോകാമെന്ന് സ്റ്റെഫി രേഖയോട് പറയുന്നു. അയ്യോ, അതെങ്ങനെ ശരിയാകും, ഞാനെങ്ങനെയാ മഠത്തിലേക്ക് വരിക എന്ന് രേഖ ചോദിക്കുമ്പോൾ ഇന്ന് മഠത്തിൽ മദറില്ല, ഇൻചാർജ് എനിക്കാണ്. എല്ലാവരും കൂടെയുള്ള മുറിയിൽ നീ ഇന്ന് കിടക്കണ്ട, ഇന്ന് നമുക്ക് മഠത്തിൽ പോകാമെന്ന് സ്റ്റെഫി അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ മഴയത്ത് രേഖയും സ്റ്റെഫിയും കൂടി കോൺവെന്റിലേക്ക് എത്തുന്നു. എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതിനിടയിൽ പുഷ്പം എന്നൊരു ജോലിക്കാരി അവിടെ കാണുന്നില്ല. പുഷ്പം എവിടെയെന്ന് സ്റ്റെഫി ചോദിക്കുമ്പോൾ രേഖയ്ക്ക് കിടക്കാനുള്ള മുറി റെഡിയാക്കാൻ പോയതായി മറ്റൊരു ജോലിക്കാരിയായ തങ്കമ്മ പറയുന്നു. ശേഷം അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പുഷ്പം ഇറച്ചിക്കറി എല്ലാവർക്കും വിളമ്പും. രേഖയ്ക്കും ഇറച്ചിക്കറി വിളമ്പാൻ തുടങ്ങുമ്പോൾ തനിക്ക് ഇറച്ചിക്കറി വേണ്ടെന്ന് രേഖ പറയുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രേഖയെ സ്റ്റെഫി അവൾക്കായി ഒരുക്കിയ മുറിയിൽ കൊണ്ടുവിട്ടിട്ട് സമാധാനമായി കിടന്നുറങ്ങിക്കൊള്ളാനും പറയുന്നു. പിറ്റേന്ന് രാവിലെ തൂത്തുവാരാൻ വരുന്ന തങ്കമ്മ കാണുന്നത് ഓഫീസ് റൂമിൽ തുറന്നു കിടക്കുന്ന അലമാരയാണ്. പല സമയങ്ങളിലായി ഡൊണേഷൻ കിട്ടിയ തുകയെല്ലാം സൂക്ഷിച്ചിരുന്ന അലമാരിയായിരുന്നു അത്. പള്ളിവക ഹോസ്പിറ്റൽ പണിയാൻ കിട്ടിയ ഡൊണേഷനാണ് കാണാതെ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയെങ്ങും രേഖയുടെ പൊടി പോലും ഉണ്ടായിരുന്നുമില്ല. അതോടെ അലമാരിയിൽ നിന്നും കാശടിച്ചു മാറ്റി രേഖ രക്ഷപ്പെട്ടതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എവിടുന്നോ വന്ന ആരാണെന്ന് പോലും അറിയാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിന്റെയും ക്യാഷ് നഷ്ടപ്പെട്ടതിന്റെയും പേരിലുള്ള പഴി മുഴുവൻ സ്റ്റെഫി കേൾക്കേണ്ടിയും വരുന്നു. ഇത്രയും തുക നഷ്ടമായിട്ടും എന്തുകൊണ്ടാണത് പോലീസ് കേസാക്കാഞ്ഞതെന്ന് വിവേക് ചോദിക്കുമ്പോൾ ഇത്രയും തുക ഡൊണേഷൻ കിട്ടിയിട്ട് അത് സൂക്ഷിക്കാൻ അറിയാതെ നഷ്ടപ്പെടുത്തിയെന്ന് ഡൊണേഷൻ നൽകിയവരറിഞ്ഞാൽ അത് ഇനിയും വരാനുള്ള ഡൊണേഷനെ ബാധിക്കുമെന്നും സഭയ്ക്ക് അതൊരു വലിയ നാണക്കേടാകുമെന്നും ഉള്ളതുകൊണ്ടാണ് പോലീസ് കേസ് ആക്കാഞ്ഞതെന്ന് സ്റ്റെഫി പറയുന്നു. തന്നെയുമല്ല, ചന്ദ്രപ്പൻ കൊടുത്ത പരാതിയിന്മേൽ രേഖയെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു അന്നത്തെ SI. അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് എവിടെയാണെന്ന് വിവേക് ചോദിക്കുമ്പോൾ അവരെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കാമെന്നും സ്റ്റെഫി പറയും. അടുത്ത സീനിൽ ആലീസിന്റെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് തന്നെ വിൻസെന്റ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. രാജേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ഫ്രാൻസിസ് തടത്തിൽ ആരാണെന്ന് വിൻസെന്റിന്റെ വക്കീലും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പോലീസ് അന്വേഷിച്ച് ചെന്ന എല്ലാവരെയും വിൻസെന്റിന്റെ വക്കീലും കണ്ടെത്തിയിരുന്നു. കൂട്ടത്തിൽ 1985 അന്ന് കോൺവെന്റിലുണ്ടായിരുന്ന സിസ്റ്ററായിരുന്ന സ്റ്റെഫിയെയും പോലീസ് അന്വേഷിച്ച് ചെന്നതായി വക്കീൽ പറയുന്നു. ഇതേസമയം രേഖ ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നത് വിവേകിന്റെ ആവശ്യമായി മാറുന്നു. അതിനായി വിവേക് സെറീനയുടെ സഹായം തേടും. അതനുസരിച്ച് സെറീന വർക്ക് ചെയ്തിരുന്ന പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ സെറീന പബ്ലിഷ് ചെയ്യാനായി ആരംഭിക്കുന്നു. വീണ്ടും വിവേക് സ്റ്റെഫിയെ വന്ന് കാണുന്നു. സംഭവ ദിവസം അവിടെ ഉണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ കുറച്ചുപേരൊക്കെ മരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്നത് പുഷ്പം, തങ്കമ്മ, അവരുടെ ഫാമിലിയുമായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മദറിന്റെ ഭരണം സഹിക്കവയ്യാതെ പുഷ്പം അവിടെ നിന്നും പോയി.
തങ്കമ്മയും ബേബിയും മരിച്ചു. അവരുടെ മകൻ സജീവ് ആലപ്പുഴയെങ്ങാണ്ടാണെന്നും സ്റ്റെഫി പറയുന്നു. അപ്പോഴാണ് രാജേന്ദ്രനെ നിരന്തരം ആനമ്പരിൽ നിന്ന് വിളിക്കുമായിരുന്ന ആളുടെ പേരും സജീവൻ എന്നായിരുന്നല്ലോ എന്ന് വിവേകിന് ഓർമ്മ വരുന്നത്. ശേഷം വിവേക് നേരെ സജീവന്റെ അടുത്തേക്കാണ് പോകുന്നത്. കൂടെ വിനു എന്നൊരാളും സജീവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടും കാപ്പ കേസിലെ പ്രതികൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിവേകിനെ കാണുന്നതും സജീവനും വിനുവും വിവേകിനെ തല്ലാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ വളരെ ഈസിയായി തന്നെ രണ്ടിനെയും വിവേക് അടിച്ചൊതുക്കും. ശേഷം രാജേന്ദ്രനെ വിളിച്ചതിൻ്റെ കാര്യം വിവേക് തിരക്കുന്നു. പിന്നീട് അവർ പറയുന്ന കഥയിലേക്കാണ് സീൻ പോകുന്നത്. അതായത് ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ച 2 കുട്ടികളുടെ സീനില്ലേ, അന്നത്തെ കുട്ടികളായിരുന്നു സജീവും വിനുവും. തൻ്റെ അച്ഛൻ ബേബി സിനിമയിൽ അഭിനയിച്ചുവെന്ന് സജീവൻ പറയുമ്പോൾ എന്താണ് നീ കണ്ടതെന്ന് വിനു ചോദിക്കുന്നുണ്ട്. രാത്രി അച്ഛനും 3 പേരും ചേർന്ന് ഒരു പെൺകുട്ടിയെ പായയിൽ പൊതിഞ്ഞുകൊണ്ട് പെരുമഴയത്തൂടെ പോകുന്നത് താൻ കണ്ടിരുന്നുവെന്നും അച്ഛനോട് ചോദിച്ചപ്പോൾ അത് സിനിമയിൽ അഭിനയിച്ചതാണ് എന്നും പറഞ്ഞതായി സജീവൻ പറയുന്നു. അത് ഏത് സിനിമയെന്ന് ചോദിക്കുമ്പോൾ കാതോട് കാതോരം എന്ന സിനിമയിലെ സീനാണെന്നാണ് പറഞ്ഞതെന്നും സജീവൻ പറയും. എന്നാൽ അവർ ആ സിനിമ എത്ര തവണ കണ്ടിട്ടും അതിൽ അങ്ങനെ ഒരു സീൻ ഇല്ലായിരുന്നു. ചെറുപ്പത്തിൽ അത് വിട്ടെങ്കിലും വലുതാവുന്നതോടെ എന്നാൽ ആ സിനിമ കണ്ടിട്ടും അങ്ങനെ ഒരു സീനില്ലാത്തതിൽ എന്തോ പന്തികേട് മണക്കുന്ന സജീവനും വിനുവും ബേബിയോട് ഈ കാര്യം ചോദിക്കാനായി തീരുമാനിക്കും. എന്നാൽ ബേബി അപ്പോഴേക്കും കിടപ്പിലായിരുന്നു. ബോധത്തോടെ ഇരിക്കുമ്പോൾ ചോദിച്ചാൽ അപ്പനത് പറയില്ലെന്ന് കരുതി അല്പം മദ്യം സ്പൂണിൽ വായിൽ ഒഴിച്ചു കൊടുത്ത ശേഷമാണ് അന്ന് നടന്ന എന്താണെന്ന് അവർ ബേബിയോട് ചോദിക്കുന്നത്. അന്ന് രാത്രി അവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. പ്രാഞ്ചി, വക്കച്ചൻ, രാജേന്ദ്രൻ, പിന്നെ ബേബി. ഫ്രാൻസിസ് തടത്തിലിനെയാണ് പ്രാഞ്ചി എന്ന് ബേബി പറഞ്ഞത്. വിൻസെന്റിന്റെ പഴയ പേരായിരുന്നു വക്കച്ചൻ. രാജേന്ദ്രനെ ബേബി രാജൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് ഇവർക്ക് കുറെ കാശും കിട്ടിയിരുന്നതായി ബേബി പറയും. ആ കാശിന്റെ ബാക്കി വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തീർന്നുവെന്നാണ് ബേബി പറയുന്നത്. ബാക്കിയുള്ളവരിൽ പ്രാഞ്ചിയും വക്കച്ചനും ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിലും രാജേന്ദ്രനെ അവർ കണ്ടെത്തുന്നു. പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ 1 വർഷമായി ഇടയ്ക്കിടെ രാജേന്ദ്രനിൽ നിന്നും ഇവർ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ രാജേന്ദ്രന്റെ ലൈവിൽ 3 ആൾക്കാരുടെ പേര് മാത്രമായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അത് ഒരുപക്ഷെ ബേബി മരിച്ചുപോയതിനാലായിരിക്കാമെന്ന് അവർ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന വിവേക്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം SP-യുടെ മുന്നിലും പറയണം, എന്നാൽ ഞാൻ നിങ്ങളെ മാപ്പുസാക്ഷിയാക്കി വെറുതെ വിടാമെന്ന് വിവേക് അവരോട് പറയുന്നു. അവരതിന് സമ്മതം മൂളുകയും ചെയ്യും. വിവേക് ഈ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ മോഹൻദാസിനെ വിളിച്ച് പറയുമെങ്കിലും അന്വേഷണ ചുമതല തങ്ങൾക്കല്ലാത്തതിനാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മോഹൻദാസ് പറയുന്നു. സാർ ഇത് SP-യോട് സംസാരിക്കണമെന്നും മോഹൻദാസിനോട് വിവേക് പറയും. രേഖയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ മാർഗമുണ്ടോ എന്നറിയാനാണ് സെറീനയെ കൊണ്ട് വിവേക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത്. പിറ്റേ ദിവസം സജീവനെയും വിനുവിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന വിവേക് കാണുന്നത് തൂങ്ങിമരിച്ച വിനുവിനെയും വെള്ളത്തിൽ മുങ്ങിമരിച്ച നിലയിലുള്ള സജീവനെയുമായിരുന്നു. ഈ കേസിന്റെ പുറകെ എന്തെങ്കിലും തെളിവുകൾ നൽകുന്നവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണം വീണ്ടും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാകും. തൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് തിരിച്ചും മറിച്ചും പരിശോധിക്കുന്നതിനിടെ ഒരു കണ്ണടഞ്ഞു പോയ നിലയിലുള്ള ഒരു മനുഷ്യനെ വിവേകിന് സ്ട്രൈക്ക് ചെയ്യുന്നു. കാരണം ഫ്രാൻസിസ് തടത്തിൽ എന്ന ആളിനെ അന്വേഷിച്ചു പോയ സമയത്ത് ഒരു ഫ്രാൻസിസ് തടത്തിലിൻ്റെ മകന്റെ കണ്ണും ഏകദേശം ഇതേ അവസ്ഥയിലായിരുന്നു. അച്ഛനെ തിരക്കിയപ്പോൾ ചികിത്സയിലാണ്, അവിടെ ഇല്ല എന്നാണ് അന്ന് ആ മകൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിവേക് അന്ന് അതിന്റെ പുറകെ പോയതുമില്ല. അങ്ങനെ വിവേക് ആ വീട്ടിലേക്ക് വരുന്നു. ഒറിജിനൽ ഫ്രാൻസിസ് തടത്തിലായിരുന്നു അത്. അതായത് രാജേന്ദ്രൻ പറഞ്ഞ സാക്ഷാൽ ഫ്രാൻസിസ് തടത്തിലും അയാളുടെ മകനുമായിരുന്നു അത്. എന്തോ ഒരു നിയോഗം പോലെ അച്ഛൻ്റെ മാതിരി തന്നെ പകുതിയടഞ്ഞ കണ്ണുകൾ മകനും ലഭിക്കുകയും ഫോട്ടോ കണ്ട ഉടനെ വിവേകിന് അത് ഓർമ്മ വരികയും ചെയ്തതുകൊണ്ടാണ് ഫ്രാൻസിസ് തടത്തിലിനെ കണ്ടെത്താൻ വിവേകിന് കഴിയുന്നത്. വിവേക് പോകുന്നതിൻ്റെ പുറകെ തന്നെ നിഴലുപോലെ വിൻസെന്റ് മരണത്തിന്റെ മുഖവുമായി ഉണ്ടായിരുന്നല്ലോ. വിവേക് ചോദിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാനോ തുറന്നു പറയാനോ ഫ്രാൻസിസ് തയ്യാറാകുന്നില്ല. അങ്ങനെ വിവേക് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മരണം ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ നിങ്ങളോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മകനോ ആകാമെന്ന് വിവേക് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതോടെ ഫ്രാൻസിസ് എല്ലാം തുറന്നു പറയാനായി തയ്യാറാകും. അന്ന് ഞങ്ങൾ കുഴിച്ചിട്ടു എന്നുള്ളത് സത്യമാണ്, പക്ഷേ കൊന്നത് ഞങ്ങളല്ല. ശേഷം അന്നത്തെ കഥയാണ് കാണിക്കുന്നത്. ബിഷപ്പ് അന്ന് വിശ്രമജീവിതം നയിക്കാനായി മഠത്തിലേക്ക് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് വക്കച്ചൻ, അതായത് ഇന്നത്തെ വിൻസെന്റ് മുതലാളി. മഠത്തിലെ അന്തേവാസിയായിരുന്നു പുഷ്പം. അച്ഛനും അമ്മയില്ലാത്ത പുഷ്പം മഠത്തിലാണ് വളർന്നത്. മഠത്തിലെ ജോലികളെല്ലാം ചെയ്തു പോന്നതും പുഷ്പമായിരുന്നു. ബിഷപ്പ് താമസിക്കുന്ന വീട് വൃത്തിയാക്കാനും മറ്റും ഇടയ്ക്കിടെ കന്യാസ്ത്രീമാരോടൊപ്പം പുഷ്പം വരാറുണ്ടായിരുന്നു.
ഈ കാലഘട്ടത്തിൽ മഠത്തിലേക്ക് ധാരാളം ഡൊണേഷൻ കിട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ഒരു ദിവസം കിട്ടിയ ഡൊണേഷൻ തുക അലമാരയിൽ വെക്കുന്നതിനിടെ വക്കച്ചൻ കുറച്ച് കാശടിച്ചു മാറ്റുന്നത് പുഷ്പം കാണാനിടയാകും. അതുകൊണ്ട് അതിലൊരു പങ്ക് വക്കച്ചൻ പുഷ്പത്തിനും നൽകുന്നു. ശേഷമുള്ള ദിവസങ്ങളിൽ പുഷ്പവും വക്കച്ചനും തമ്മിലടുക്കും. ഒരു ദിവസം പഠിത്തം കഴിഞ്ഞ് എനിക്ക് ഇവിടം വിട്ട് പോകണം, കുറച്ച് കാശുണ്ടാക്കി ഇവിടൊക്കെ വിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാനാണ് തൻ്റെ ആഗ്രഹമെന്നൊക്കെ വക്കച്ചൻ പുഷ്പത്തോട് പറയുന്നു. കാശുണ്ടാക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷെ നാട് വിട്ടു പോകുമ്പോൾ തന്നെയും കൂട്ടണമെന്നായിരുന്നു പുഷ്പത്തിൻ്റെ ഡിമാൻഡ്. അച്ഛനും അമ്മയും മരിച്ച മഠത്തിൽ പെട്ടുപോയ പുഷ്പത്തിന് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി ഒരു പുതിയ ജീവിതം ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിന് വക്കച്ചനും ഓക്കെ പറയുന്നു. ശേഷമുള്ള ദിവസങ്ങളിൽ മഠത്തിൽ നിന്ന് റബ്ബറും കുരുമുളകും മറ്റു സാധനങ്ങളുമൊക്കെ പുഷ്പം മോഷ്ടിച്ച് വക്കച്ചന് നൽകുന്നുണ്ട്. അതൊക്കെ മറിച്ചു വിറ്റ് വക്കച്ചൻ കാശുണ്ടാക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം സാധനങ്ങൾ അടിച്ചു മാറ്റുന്നത് ബേബി കാണാൻ ഇടയാകുന്നു. എന്നാൽ അയാളെയും അവരെ കൂടെ കൂട്ടും. പിന്നെയുള്ള മോഷണങ്ങൾ അവര് മൂന്നും ചേർന്നായിരുന്നു. ഇങ്ങനെ കുരുമുളകും റബ്ബറും മാത്രം മോഷ്ടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന പുഷ്പം ഡൊണേഷൻ വഴി മഠത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാശിൽ നോട്ടമിടുന്നു. വക്കച്ചനോട് അത് അടിച്ചു മാറ്റണമെന്നും അവൾ പറയും. അതിനായി അലമാരിയുടെ താക്കോൽ ഒരു സോപ്പിൽ പതിപ്പിച്ച് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കാൻ വക്കച്ചനെ കൊണ്ട് അവിടെയുള്ള ഒരു കൊല്ലന്റെ കയ്യിൽ കൊടുപ്പിക്കുന്നു. കൊല്ലൻ വഴി ഈ വിവരം ഫ്രാൻസിസ് തടത്തിലും രാജേന്ദ്രനും അറിയുന്നുണ്ട്. അതൊരു സാധാരണ താക്കോൽ അല്ലെന്ന് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ വക്കച്ചൻ കാര്യമായി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. ഷൂട്ടിംഗ് നടക്കുന്നതിനാൽ ഫ്രാൻസിസും രാജേന്ദ്രനും എപ്പോഴും കവലയിലും അവിടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം മഠത്തിലെ മദർ ജീപ്പിൽ പുറത്തെവിടോ പോയതിന് തൊട്ടുപുറകെ വക്കച്ചനും ബേബിയും പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച ജീപ്പിൽ പോകുന്നത് ഫ്രാൻസിസും രാജേന്ദ്രനും കാണുന്നു. അന്ന് രാത്രി രേഖയെ മഠത്തിലേക്ക് തങ്ങാൻ കൊണ്ടുവരുമെന്ന് സ്റ്റെഫി മറ്റുള്ളവരോട് പറയുന്നത് അടുക്കളയിൽ നിൽക്കുന്ന പുഷ്പം കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു രാത്രി തങ്ങാൻ വരുന്നൊരു പെൺകുട്ടി പണം അടിച്ചുകൊണ്ട് പോയി എന്ന രീതിയിലൊരു കഥയുണ്ടാക്കിയാൽ അത് എല്ലാവരും വിശ്വസിക്കുമെന്നും പുഷ്പത്തെ ആരും സംശയിക്കില്ലെന്നും അവൾക്ക് അറിയാമായിരുന്നു. പുഷ്പം താൻ കാത്തിരുന്ന ഉദ്യമം നടപ്പിലാക്കാൻ പറ്റിയത് അന്ന് രാത്രി തന്നെയാണെന്ന് തീരുമാനിക്കും. അങ്ങനെ വേഗം ബേബിയെ വിളിച്ച് ഇന്ന് രാത്രി മഠത്തിലേക്ക് വരണമെന്ന് എത്രയും പെട്ടെന്ന് വക്കച്ചനെ അറിയിക്കണമെന്ന് പുഷ്പം പറയുന്നു. ബേബി ഇക്കാര്യം വക്കച്ചനോട് വന്ന് പറയുകയും ചെയ്യും. എന്നാൽ വക്കച്ചൻ്റെയും ബേബിയുടെയും പോക്കിലും വരവിലും പന്തികേട് തോന്നുന്ന ഫ്രാൻസിസും രാജേന്ദ്രനും അവരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കാൻ തീരുമാനിക്കും. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും സ്റ്റെഫി രേഖയെയും കൊണ്ട് മഠത്തിലേക്ക് വരുന്നത് പുഷ്പം കാണുന്നു. അന്നത്തെ അത്താഴത്തിനുള്ള ഇറച്ചിക്കറിയിൽ ഉറക്ക ഗുളിക പൊടിച്ചിട്ട് എല്ലാവർക്കും പുഷ്പം വിളമ്പുന്നു. എന്നാൽ രേഖ മാത്രം ഈ ഇറച്ചിക്കറി കഴിക്കുന്നില്ല. അതോടെ അവളെ മയക്കി കിടത്താനുള്ള പുഷ്പത്തിൻ്റെ പ്ലാൻ പൊളിയും. എങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന രേഖ ഇടയ്ക്ക് ഉറക്കമുണരുമ്പോൾ കാണുന്നത് അവളുടെ മുകളിൽ കയറിയിരിക്കുന്ന പുഷ്പത്തെയാണ്. ആകെ ഭയന്നു പോകുന്ന രേഖ കുതറി മാറാൻ ശ്രമിക്കുമെങ്കിലും അത് നടക്കുന്നില്ല. വെറി പിടിച്ച മാതിരി തൻ്റെ കഴുത്തിൽ കിടന്ന ഹാഫ് സാരി രേഖയുടെ കഴുത്തിൽ മുറുക്കി പുഷ്പം രേഖയെ കൊല്ലുന്നു. ശേഷം അലമാരയിൽ നിന്ന് സ്വർണവും പണമെല്ലാം പുഷ്പമെടുക്കും. അപ്പോഴേക്കും മഠത്തിലേക്ക് എത്തുന്ന ബേബിയും വക്കച്ചനും രേഖയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് അവരെ ഫോളോ ചെയ്ത ഫ്രാൻസിസും രാജേന്ദ്രനും അവിടേക്ക് വരുന്നത്. രേഖയുടെ മൃതദേഹം കണ്ട് പേടിച്ചു പോകുന്ന അവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അങ്ങനെ ചെയ്താൽ ഈ കൊലപാതകത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് പറയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഫ്രാൻസിസിനെയും രാജേന്ദ്രനെയും കൂടെ നിർത്തുന്നു. തന്നെയുമല്ല മോഷ്ടിച്ച കാശിൽ നിന്ന് ഒരു തുക അവർക്കും നൽകുകയും ചെയ്യും. രാജേന്ദ്രൻ കഴിവതും വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും രാജേന്ദ്രനെ വിട്ടാൽ ശരിയാകില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തി കൂടെ തന്നെ നിർത്തും. ശേഷം മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ 4 പേരും ചേർന്ന് മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് സജീവൻ ചെറുപ്പത്തിൽ കണ്ടത്. എന്നാൽ പെരുമഴയും ഇരുട്ടും കാരണം തൻ്റെ മകൻ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞ് പകുതി വഴിയിൽ വെച്ച് ബേബി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശേഷം വക്കച്ചനും ഫ്രാൻസിസും രാജേന്ദ്രനും ചേർന്ന് കുഴിവെട്ടി അതിൽ രേഖയെ ഇടുന്നു. മണ്ണ് നിറയ്ക്കുന്നതിനിടയിൽ രേഖയുടെ കാലുകൾ ചലിക്കുന്നത് ഫ്രാൻസിസിൻ്റെ ശ്രദ്ധയിൽപ്പെടും. എന്നാൽ വക്കച്ചൻ അത് കാര്യമാക്കാതെ മണ്ണ് വാരിയിടാൻ പറയുന്നു. അങ്ങനെ ജീവനോടെ തന്നെ രേഖയെ അവരവിടെ കുഴിച്ചിടുകയായിരുന്നു. വിവേക് കാണിച്ച ഫോട്ടോയിലെ പെൺകുട്ടിയെ തന്നെയാണ് ഞങ്ങൾ അന്നവിടെ കുഴിച്ചിട്ടതെന്ന് ഫ്രാൻസിസ് പറയുന്നതോടെ അത് രേഖയുടെ തന്നെ സ്കെൽറ്റൻ ആണെന്ന് വിവേകിന് ഉറപ്പാകും. ശേഷം ഹോസ്പിറ്റലിൽ കഴിയുന്ന ആലീസിനെയാണ് കാണിക്കുന്നത്. ആരോ അവർക്ക് വേണ്ടി അയച്ച ഒരു ബൊക്കെ നേഴ്സ് ആലീസിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നാൽ അതിലുണ്ടായിരുന്ന ചെറിയൊരു കുറിപ്പ് വായിക്കുന്നതോടെ അവർക്ക് വല്ലാത്തൊരു സഫോക്കേഷൻ ഉണ്ടാകുന്നു. ആലീസിന്റെ വെപ്രാളം കണ്ട് പേടിച്ചു പോകുന്ന വിൻസെന്റ് വേഗം വന്ന് ഡോക്ടറിനെ വിളിക്കുന്നതിനിടയിൽ ബൊക്കയിലെ കുറിപ്പ് കാണാനിടയാകും. ഗെറ്റ് വെൽ സൂൺ പുഷ്പം എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അതായത് വിൻസെന്റ് എന്ന വക്കച്ചൻ ആലീസ് എന്ന പേരിൽ വിവാഹം കഴിച്ചിരിക്കുന്നത് പുഷ്പത്തെ തന്നെയായിരുന്നു. രേഖയെ കൊന്നതിന്റെ പിറ്റേന്ന് രേഖ കാശും അടിച്ച് നാടുവിട്ടുവെന്നാണല്ലോ എല്ലാവരും കരുതുന്നത്.
ആരും സംശയിക്കാഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചുനാൾ കൂടി അവിടെ നിന്ന ശേഷം വക്കച്ചനും പുഷ്പവും ബോംബെക്ക് പോവുകയായിരുന്നു. ശേഷം രണ്ടുപേരും പേര് മാറ്റി വിവാഹം ചെയ്യുകയും ചെയ്തു. ബൊക്കെ കൊണ്ടുവച്ചത് വിവേകാണെന്ന് കാണുന്നതോടെ രണ്ടാളുടെയും കള്ളത്തരം അവൻ മനസ്സിലാക്കിയെന്ന് ആലീസിനും വിൻസെന്റിനും മനസ്സിലാകുന്നു. ഇതിനിടെ വിവേക് ഈ വിവരങ്ങൾ എസ്പിയോട് വന്ന് വിശദമാക്കുന്നു. വിവേക് മഠത്തിൽ പോയി സെർച്ച് ചെയ്ത സമയം പണ്ട് പുഷ്പം ചെയ്തിരുന്ന ഒരു എംബ്രോയിഡറി വർക്കിലെ ഒരു പൂവിന്റെ ചിത്രം തന്നെയാണ് നിലവിലെ ആലീസ് ജുവലറിയുടെ ലോഗോയിലും ഉള്ളത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് പുഷ്പം തന്നെയാണ് ആലീസ് എന്ന് വിവേകിന് മനസ്സിലാകുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം കൊണ്ട് ആയില്ല. നമുക്ക് കിട്ടിയ സ്കെൽട്ടൻ രേഖയുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചാൽ മാത്രമേ കേസ് സ്ട്രോങ് ആകൂ. ഹൈ പ്രൊഫൈൽ ഉള്ള ആളാണല്ലോ വിൻസെന്റ്. രേഖയുടെ ഐഡന്റിറ്റി കണ്ടെത്തിയാൽ മാത്രമേ DNA ടെസ്റ്റോ മറ്റോ നടത്തി സ്കെൽട്ടൻ തിരിച്ചറിയാൻ കഴിയൂ എന്ന് SP പറയും. അതോടെ രേഖ ആരാണെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു വിവേകിന്റെ അടുത്ത ലക്ഷ്യം. തങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് വിവേകിനെ അങ്ങ് തീർത്തേക്കാനാണ് മരണക്കിടക്കയിലും ആലീസ് വക്കച്ചനോട് പറയുന്നത്. ക്രൂരതയുടെ ഏറ്റവും വലിയൊരു മാതൃക തന്നെയായിരുന്നു ആലീസ് എന്ന പുഷ്പം. ശേഷം വിൻസെന്റിന്റെ ആൾക്കാർ വിവേകിന്റെ കാർ ആക്സിഡന്റാക്കി അവനെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും പരിക്കുകളോടെ വിവേക് രക്ഷപ്പെടുന്നു. നടക്കുന്ന കാര്യങ്ങളൊക്കെ വിൻസെന്റും വക്കീലും മോണിറ്റർ ചെയ്യുന്നുമുണ്ടായിരുന്നു. ഇതുവരേക്കും രേഖയുടെ ഐഡന്റിറ്റി വിവേകിന് ലഭിച്ചിട്ടില്ല എന്നതായിരുന്നു അവരുടെ വിജയം. രേഖയുടെ ബന്ധുക്കളെ കണ്ടെത്തിയാൽ മാത്രമേ DNA ടെസ്റ്റ് നടത്തി സ്കെൽട്ടൻ രേഖയുടേതാണെന്ന് തെളിയിക്കാൻ കഴിയൂ. അത് നടക്കാത്തിടത്തോളം വിൻസെന്റ് സേഫ് ആണെന്ന് വക്കീലും പറയുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിവേകിനെ വന്ന് കണ്ട് നിലവിൽ കണ്ടെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ SP തന്നോട് പറഞ്ഞതായി മോഹൻദാസ് വിവേകിനെ അറിയിക്കുന്നു. ഇതിനിടെ പത്രത്തിൽ വന്ന സെറീനയുടെ ആർട്ടിക്കിൾ കണ്ടിട്ട് ആക്ടർ ജഗദീഷ് സെറീനയെ വിളിച്ച് ഒന്ന് കാണണമെന്ന് പറയുന്നു. വിവേകും സെറീനയും ചേർന്ന് ജഗദീഷിനെ വന്ന് കാണുന്നു. ജഗദീഷ് അവരെ മുത്താരം കുന്നു പിയ്യോ എന്ന സിനിമയിലെ ഒരു സീനാണ് കാണിക്കുന്നത്. മമ്മൂട്ടിയുടെ കടുത്ത ആരാധികയായ അമ്മിണിക്കുട്ടി എന്നൊരു പെൺകുട്ടി മമ്മൂട്ടിയെ മമ്മൂട്ടിച്ചേട്ട എന്ന് അഭിസംബോധന ചെയ്ത ഒരു കത്തെഴുതിയിരുന്നു. ആ കത്ത് വായിക്കുന്ന മുകേഷിന്റെ സീനാണ് കാണിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ രേഖ എന്ന തനിക്ക് സ്ഥിരം കത്തെഴുതുമായിരുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ജഗദീഷ് പറയും. ജഗദീഷ് പറയുന്നതായിട്ട് ശേഷം ആ കഥയാണ് കാണിക്കുന്നത്. ജഗദീഷ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ച സമയമായിരുന്നു അത്. ആദ്യത്തെ സിനിമയിലെ ജഗദീഷിന്റെ അഭിനയം കണ്ടിഷ്ടപ്പെട്ടിട്ട് രേഖ എന്നൊരു പെൺകുട്ടി ജഗദീഷിന് കത്തയക്കുന്നു. ആദ്യമായി തനിക്ക് കിട്ടിയ പ്രശംസ ആയതുകൊണ്ട് തന്നെ ജഗദീഷ് അത് സൂക്ഷിച്ചു വയ്ക്കുകയും മറുപടി അയക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇടയ്ക്കിടെ രേഖയുടെ കത്ത് ജഗദീഷിനെ തേടിയെത്താൻ തുടങ്ങും. താനൊരു കടുത്ത മമ്മൂട്ടി ആരാധികയാണ്. മമ്മൂട്ടിയുടെ ഫോട്ടോയിൽ മമ്മൂട്ടിയുടെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങി തനിക്ക് അയച്ചു തരുമോ എന്നുവരെ രേഖ ചോദിച്ചിട്ടുണ്ടെന്ന് ജഗദീഷ് പറയും. അവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടായാലും അവൾ സിനിമയിൽ അഭിനയിക്കുമെന്നും പറഞ്ഞൊക്കെ ഒരിക്കൽ രേഖ കത്തയച്ചിരുന്നു. അതിനു മറുപടിയായി ഞാൻ പഠിച്ച് ജോലി നേടിയതിനു ശേഷമാണ് സിനിമയിൽ വന്നത്. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. അതുകൊണ്ട് നീയും പഠിച്ച് നല്ല നിലയിലെത്താനൊക്കെ ഉപദേശ രൂപത്തിലൊരു കത്താണ് ജഗദീഷ് എഴുതുന്നത്. അതിഷ്ടപ്പെടാഞ്ഞിട്ടോ എന്തോ അതിനുശേഷം എനിക്ക് രേഖ കത്തുകൾ അയച്ചിട്ടില്ല എന്ന് ജഗദീഷ് പറയുന്നു. ഇപ്പോൾ വളരെ അവിചാരിതമായിട്ടാണ് രേഖയെക്കുറിച്ചുള്ള സെറീനയുടെ ആർട്ടിക്കിൾ കാണുന്നത്. അത് കണ്ടപ്പോൾ തനിക്ക് കത്തയച്ചിരുന്ന രേഖ തന്നെയാണോ ഇതെന്ന് ഡൗട്ടുണ്ട്. ഏതായാലും ആ രേഖയുടെ അഡ്രസ്സ് ഞാൻ തരാമെന്ന് പറഞ്ഞ് KJ ഹൗസ് കന്യാകുമാരി എന്നൊരു അഡ്രസ്സ് വിവേകിന് ജഗദീഷ് കൊടുക്കുന്നു. ആ അഡ്രസ്സിൻ പ്രകാരം വിവേക് കന്യാകുമാരിയിലെത്തും. ആ വീട്ടിലുണ്ടായിരുന്നത് ആശ എന്നൊരു ലേഡിയായിരുന്നു. അത് രേഖയുടെ അനിയത്തിയായിരുന്നു. രേഖ പത്രോസ് എന്നായിരുന്നു രേഖയുടെ യഥാർത്ഥ പേര്. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം രേഖയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആശ. ശേഷം രേഖയുടെ കുടുംബം കന്യാകുമാരിയിലെത്തിയ കഥ ആശ വിവേകിനോട് പറയുന്നു. അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങിയതായിരുന്നു രേഖയുടെ കുടുംബം. വർഷങ്ങൾക്ക് മുമ്പ് രേഖയും കുടുംബവും കന്യാകുമാരിയിലേക്ക് താമസം മാറി വരികയായിരുന്നു. കന്യാകുമാരിയിലെത്തിയ ശേഷമാണ് സിനിമാ മോഹം രേഖയ്ക്ക് ഉണ്ടാകുന്നത്. അവർ താമസിച്ചിരുന്ന വീടിനോട് ചേർന്ന് തന്നെ ഒരു വീഡിയോ കാസറ്റ് കടയുണ്ടായിരുന്നു. അച്ഛന് തീരെ താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് TVയും VCRഉം വാടകയ്ക്കെടുത്ത് രേഖ സ്ഥിരമായി സിനിമകൾ കാണാൻ തുടങ്ങുന്നു. ശേഷം വീട്ടുകാരറിയാതെ അവൾ സിനിമാ കൊട്ടകയിലും പോയി സിനിമകൾ കാണും. മമ്മൂട്ടി സിനിമകളാണ് അവൾ കൂടുതലും കാണുന്നത്. അങ്ങനെ അവൾ പതിയെ മമ്മൂട്ടി ആരാധികയായി മാറും. സിനിമാ മാസികകൾ സ്ഥിരം വായിച്ചിരുന്ന രേഖ അതിൽ വരുന്ന അഡ്രസ്സുകളിലേക്ക് കത്തയക്കാനും തുടങ്ങുന്നു. ഓരോ സിനിമയിലെയും ഡയലോഗുകൾ രേഖയ്ക്ക് മനഃപ്പാടമായിരുന്നു. അവൾ അനിയത്തിക്ക് മുന്നിൽ ആ ഡയലോഗുകൾ പറഞ്ഞ ഓരോ സീനുകളും അഭിനയിച്ച് കാണിക്കുമായിരുന്നു. മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കുക എന്നതായിരുന്നു രേഖയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയൊരിക്കൽ രേഖ അയച്ച കത്തിന് വന്ന ഒരു മറുപടി കത്ത് ലഭിക്കുന്നതാകട്ടെ അച്ഛൻ്റെ കയ്യിലും.
സിനിമയിലൊന്നും ഒരു താല്പര്യവുമില്ലാതിരുന്ന അച്ഛൻ രേഖയെ അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ മുതലാണ് രേഖയെ കാണാതാകുന്നത്. വീട്ടുകാർ കുറെ അന്വേഷിച്ചിട്ടും രേഖയെ കണ്ടെത്താനായില്ല. ആ വിഷമത്തിൽ പിന്നീട് അച്ഛൻ മരിക്കുകയും ചെയ്തു. വിവേക് രേഖയുടെ കൊലുസ് ആശയ്ക്ക് കൊടുക്കുമ്പോൾ അത് തൻ്റെ ചേച്ചിയുടേത് തന്നെയാണെന്ന് പറഞ്ഞ് ആശ കരയുന്നു. വിൻസെന്റിന്റെയും ആലീസിന്റെയും ക്രൂരതകൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഇതെല്ലാം അറിയുന്ന അവരുടെ മകൻ തൻ്റെ പാരൻസ് ചെയ്ത ക്രൈമെല്ലാം മനസ്സിലാക്കുകയും അവരോട് വന്ന് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ ക്രൂരത ചെയ്തവരാണ് തൻ്റെ മാതാപിതാക്കൾ എന്ന് അയാൾക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ മകൻ്റെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരുന്നു ആലീസിനും വിൻസെന്റിനും. എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുവരെയുള്ള നമ്മുടെ യാത്ര വളരെ മനോഹരമായിരുന്നു. ഇനി പോലീസ് വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ വിൻസെന്റിനോട് പറഞ്ഞ് ആലീസ് വിഷമിക്കുന്നുണ്ട്. എന്നാൽ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിൻസെന്റ് തന്നെ ആലീസിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്യും. പിന്നീട് ആശയുടെയും രേഖയുടെയും DNA മാച്ചാകുന്നതോടെ കിട്ടിയ സ്കെൽറ്റൻ രേഖയുടേത് തന്നെയാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായ തെളിവ് വിവേകിന് ലഭിക്കുന്നു. ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവേക് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം വിൻസെന്റിന്റെ വീട്ടിലെത്തി വിൻസെന്റിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. ശേഷം ഒരു ദിവസം ജഗദീഷ് വീണ്ടും വിവേകിനെ വിളിക്കുന്നു. ഫ്രീ ആണെങ്കിൽ ഒരാൾക്ക് വിവേകിനെ ഒന്ന് കാണണമെന്നും ആളാരാണെന്നും വെച്ചാൽ അത് സർപ്രൈസ് ആണെന്നും ജഗദീഷ് പറയുന്നു. അടുത്ത സീനിൽ ശേഷിച്ച രേഖയുടെ അസ്ഥി മതപരമായ ചടങ്ങുകളോടും കൂടി അടക്കം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ ചടങ്ങിന് ശേഷം വിവേക് ഒരു കവർ ആശയെ ഏൽപ്പിക്കുന്നു. ആ കവറിനുള്ളിൽ രേഖ ഏറെ സ്നേഹിച്ചിരുന്ന മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഫോട്ടോയായിരുന്നു. മാത്രവുമല്ല, ഫോട്ടോയ്ക്ക് പുറകിൽ മമ്മൂട്ടിയുടെ കൈപ്പടയിലുള്ള ഒരു ഓട്ടോഗ്രാഫും ഉണ്ടായിരുന്നു. ശേഷമുള്ള ഒരു സീനിൽ കന്യാകുമാരിയിലെ ഒരു ചെറിയ കടയിലേക്ക് സൈക്കിളിൽ വരുന്ന രേഖയെ കാണിക്കും. അവൾ എടുത്തു നോക്കുന്ന മാസികയിൽ അടുത്ത മമ്മൂട്ടി ചിത്രത്തിൽ നായികയെ തേടുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് രേഖ സിനിമയിൽ അഭിനയിക്കാൻ വീട് വിട്ടിറങ്ങിയതെന്ന് കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ചിത്രവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മൂവി ട്രാവലർ 2022.